ഹായ്. ജർമ്മനി ഫാമിലി റീയൂണിയൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഡോക്യുമെന്റേഷനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കംപ്ലീറ്റ് A to Z ഡോക്യുമെന്റ്സ് വിസ ചെക്ക് ലിസ്റ്റ് അതിന്റെ അറേഞ്ച്മെന്റ് ഓർഡർ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ സ്ക്രീനിൽ ഒന്ന് ഷെയർ ചെയ്യാം. യെസ്. ഒന്നാമതായി വരുന്നത് ആപ്ലിക്കേഷൻ ഫോമാണ്. ആപ്ലിക്കേഷൻ ഫോം ജർമ്മനി വിഡെക്സ് ഫോമാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. videx.diplo.de എന്നാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ ചെല്ലുക, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിന്റെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം, ലാംഗ്വേജ് ഇംഗ്ലീഷ് ആക്കാം. ഇംഗ്ലീഷ് ആക്കിയതിനു ശേഷം ഈ സ്റ്റാർട്ട് ആയിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ ഫോം ആണ് വരുന്നത്. രണ്ടാമത് വരുന്നത് ഡിക്ലറേഷൻ ഫോംസ് ആണ്. മെയിൻ ആയിട്ടും 4 ഡിക്ലറേഷൻ ഫോംസ് ആണുള്ളത്. ഒന്ന്, ഫസ്റ്റത്തെ ഡിക്ലറേഷൻ ഫോം സിഗ്നേച്ചർ ഫോം ആണ് വരുന്നത്. ഈ ഒരു ഫോമിൽ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ജർമ്മനിൽ നമ്മൾ പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ കൊടുക്കുക. രണ്ടാമത്തെ ഫോം ഡിക്ലറേഷൻ ഓൺ ട്രാവൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഈ ഒരു ഡിക്ലറേഷൻ ഫോം ആണ് വരുന്നത്. യെസ്, ഇതിൽ നിങ്ങളുടെ പേര്, ആസ് പെർ പാസ്പോർട്ട്, ഡേറ്റ്, പ്ലേസ് ഓഫ് ബർത്ത്, അതിനുശേഷം നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, ഇഷ്യൂ ചെയ്ത പ്ലേസ്, എക്സ്പയറി ഡേറ്റ്, ഏറ്റവും താഴെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ. മൂന്നാമത്തെ ഫോം അഡീഷണൽ കോൺടാക്ട് ആൻഡ് ലീഗൽ റെപ്രസെന്റേഷൻ ഇൻഫോർമേഷൻ ഫോം ആണ് വരുന്നത്. ഈ ഒരു ഫോമാണത്. ഇതിൽ ഈ ബാർകോഡ് എന്നുള്ള പോർഷനിൽ നമ്മളുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക, നെയിം, നമ്മുടെ പേര്, അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ്, പ്ലേസ് ആൻഡ് പോസ്റ്റൽ കോഡ്, ഫോൺ നമ്പർ, ഇമെയിൽ ID. അതിനുശേഷം ഈ ഒരു ഇത് ടിക്ക് ചെയ്യുക. ഇതുണ്ടോ, ഐ എഗ്രി ഓൺ ബീങ് കോൺടാക്ട് വിയ ഇമെയിൽ, ഈ ഒരു പോർഷൻ ടിക്ക് ചെയ്യാം. അതിനുശേഷം തൊട്ട് താഴെ നമ്മുടെ പേരും അഡ്രസ്സും അതുപോലെ തന്നെ ഇമെയിൽ ID കൊടുക്കുക. അതുപോലെ തന്നെ പ്ലേസ്, സോറി, ഡേറ്റ്, സിഗ്നേച്ചർ, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാം. നാലാമത് വരുന്ന ഫോം എന്ന് പറഞ്ഞാൽ അഡീഷണൽ ക്വസ്റ്റനെയർ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിക്ലറേഷൻ ഫോം ആണിത്. അഡീഷണൽ ക്വസ്റ്റനെയർ എന്നുള്ളത് ഇത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഫോമാണ്. നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, എവിടെ നിന്നാണ് മാരീഡ് ആയിട്ടുള്ളത്, ഇത് കുറെ ഒരു ക്വസ്റ്റനെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഫില്ല് ചെയ്യാത്ത ഭാഗങ്ങൾ നില്ല് കൊടുക്കുക. അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഈ ഒരു ഫോം ഫില്ല് ചെയ്യുക, കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക, പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചർ. മൂന്നാമത്തെ ഡോക്യുമെന്റ് എന്നുള്ളത് നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പിയാണ്. നാലാമത് വരുന്നത് സ്പൗസിന്റെ പാസ്പോർട്ട് കോപ്പി. സ്പൗസിന്റെ പാസ്പോർട്ട് കോപ്പി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, സ്പൗസിന്റെ വിസ, അതുപോലെ തന്നെ എൻട്രി സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളത്, എക്സിറ്റ് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളത്, ഇതിനു മുന്നേ വേറെ പ്രീവിയസ് ട്രാവലേഴ്സ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് നമ്മളത് ചെയ്യണം. അതുപോലെ തന്നെ എത്ര വിസകൾ ഉണ്ട്, ഇതിനു മുന്നേ വേറെ ട്രാവൽ ചെയ്തിട്ടുള്ള വിസകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യേണ്ടതാണ്. അഞ്ചാമത് വരുന്ന ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൗസിന്റെ റെസിഡൻസ് പെർമിറ്റ്. ആറാമത് വരുന്നത് സിറ്റി രജിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ ഇത് 6 മാസത്തിൽ മിനിമം എങ്കിൽ 6 മാസം ഉള്ളതായിരിക്കണം, അതിൽ താഴെ ആവാൻ പാടില്ല. അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കൂടെ നമ്മൾ വെക്കേണ്ടതുണ്ട്. ഏഴാമത് വരുന്നത് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. എട്ടാമത് വരുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ്. ഒമ്പതാമത് വരുന്നത് SSLC. പത്താമത് വരുന്നത് പ്രൂഫ് ഓഫ് റെസിഡൻസ് ഇൻ ഇന്ത്യ. നമ്മൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെ ഉള്ള ആളാണ് എന്നാണ് ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ് വെക്കേണ്ടത്. അതായത് ആധാർ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. 11ാമത് വരുന്നത്, ഇത് എല്ലാവർക്കും ഉള്ളതല്ല, ഇനി ഇൻ കേസ് നിങ്ങൾ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ മാരേജ് കഴിഞ്ഞ് ഇത് രണ്ടാമത് എടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡോക്യുമെന്റ് ആണ്. അതല്ല ഫസ്റ്റത്തെ സ്പൗസ് മരിച്ചു പോയതാണ് ഈ രണ്ടാമത് വിവാഹം കഴിക്കുന്നവരുടെ കാര്യമാണ് ഇതിൽ പറയുന്നത്. 13ാമത് വരുന്ന ഡോക്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂഫ് ഓഫ് ജർമ്മൻ ലാംഗ്വേജ് ആണ്. A1 ലെവൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അത് എല്ലാ കാറ്റഗറിക്കും ഇല്ല. ഇതിൽ നമ്മളുടെ കാറ്റഗറി അനുസരിച്ച് വ്യത്യാസമുണ്ട്, അപ്ലൈ ചെയ്യുന്ന കാറ്റഗറി അനുസരിച്ച് വ്യത്യാസമുണ്ട്, സ്പൗസിന്റെ ജോബ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും.
ഗോവിത്തയുടെ അല്ല ടെൽക്ക് OST ഇത് മൂന്നുമാണ് ഇപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. 14ാമത് വരുന്നത് നമ്മളെ ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അത് ഒന്നെങ്കിൽ ഇവിടുന്ന് എടുത്ത ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് വയ്ക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ സ്പൗസിന്റെ കവറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്, പ്രോബ്ലം ഇല്ല. 15ാമത് വരുന്നത് നിങ്ങളുടെ ഹയസ്റ്റ് ഡിഗ്രിയാണ്. 16ാമത് അഡീഷണൽ ഡോക്യുമെന്റ്സ് നമുക്ക് വെക്കാവുന്നതാണ്. അഡീഷണൽ ഡോക്യുമെന്റ്സിൽ മാരേജ് ഫോട്ടോസ് വയ്ക്കാം, അതുപോലെ തന്നെ സ്പൗസിന്റെ ലേറ്റസ്റ്റ് 3 മന്ത് സാലറി സ്ലിപ്സ്, അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, റെന്റൽ അഗ്രിമെന്റ്, യൂട്ടിലിറ്റി ബിൽസ്, ഇതൊക്കെ നമ്മളുടെ ഈ ഡോക്യുമെന്റേഷനെ കൂടുതൽ ദൃഢമാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ വെക്കുന്നത്. ഇതൊന്നും ചെക്ക് ലിസ്റ്റിൽ പറയുന്നില്ല, പക്ഷെ നമ്മൾ ഇതൊക്കെ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, CV, ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമ്മൾക്ക് ഫാമിലി റീയൂണിയന് വെക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് വെക്കേണ്ടതുണ്ട്. ഈ ഒരു ഡോക്യുമെന്റ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ വളരെ എളുപ്പത്തിൽ ലഭിക്കാനായിട്ട് ഇടയാവും. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ആൾ.